ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകണമെന്നൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. നല്ല ചൂടും നല്ല വെയിലും ഒക്കെ ആണ് ഇപ്പോൾ. എന്നാലും അൽഹംദുലില്ലാ റാഹത്താണ്. നമ്മൾ നോമ്പ് നോക്കുമ്പം അതിനുള്ളൊരു മുടുക്ക് പഠിച്ചോൻ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ പ്രായമുള്ള ആൾക്കാരൊക്കെ. അതേപോലെ നോമ്പ് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ബലം എന്തായാലും ഉണ്ടാവില്ലേ. ഇതുവരെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ടും നല്ല ഉഷാറായിട്ട് കഴിയട്ടെ. അപ്പോൾ ഞാൻ ബീഫ് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും പിന്നെ അതാ നമ്മൾ ഐഫക്കുട്ടി സ്കൂളിട്ടൊക്കെ വന്നിട്ടേ പത്തിരി ചൂടാണ് കേട്ടോ. പത്തിരി ഞാൻ കുറച്ച് നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടേനി ഇന്ന്. പിന്നെ ബീഫും അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ നമുക്ക് പെലച്ചക്ക് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പിന്നെ കൂട്ടാനില്ലെങ്കിൽ ചോറും തിന്നാൽ പോവില്ല. ഞാൻ മാത്രമേ ചോറ് കഴിക്കലുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ബീഫ് വരട്ടിയത് കുറച്ച് ഇന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ച്. ബീഫ് വരട്ടിയത് കുറച്ചല്ല, ബീഫ് വേവിച്ചിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ട് അതൊന്ന് വരട്ടണം. പിന്നെ അതേപോലെ ചീരക്കറിയൊക്കെ ഉണ്ടാക്കണം പെലച്ചക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ബീഫ് ഒന്നായിട്ട് അടുപ്പത്ത് വെച്ചതേനി കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് പെലച്ചക്കുള്ളതൊക്കെ എടുത്ത് മാറ്റി ബാക്കിയുള്ളിലേക്ക് ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് കൊണ്ട് ഇട്ട് കൊടുത്ത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി പത്തിരിയാണ് ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പത്തിരി ഞാൻ ഒരു പത്തിരിയും കൂടി ചുട്ടിട്ടില്ല കേട്ടോ. ഒക്കെ ചുട്ടത് നമ്മൾ ഐഫക്കുട്ടി തന്നെയാണ്. ഐഫക്കുട്ടിനോട് ഇങ്ങനെ ചോദിക്കും, ഞാൻ ചുടട്ടെ അമ്മച്ചേ, ഞാൻ ചുടട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കലില്ല കേട്ടോ, എൻ്റെ കയ്യ് പൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എന്നാൽ അവിടെ ഇരുന്ന് ചുട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കുട്ടികളിങ്ങനെ ഈ ഫോണിൽ കളിക്കണക്കാട്ടിലും നല്ലത് ഇതേപോലെ നമ്മളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ ആശ്വാസമാണ്. പിന്നെ അത്രയും നേരം ഫോൺ കളിയൊന്നും ഇല്ലാതെ ആവും ചെയ്യുമല്ലോ. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ഫോണിന് അഡിക്റ്റ് ആയിക്കാറ് ഒത്തിരി സമയം പിന്നെ വെറുതെ കിട്ടിയ ഫോണിൽ കളിക്കണവർക്ക്. എന്തായാലും ഓള് പത്തിരി ചുടുന്നുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ സ്നാക്സ് റെഡിയാക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ കഴുകിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേനും. എന്നിട്ട് അതിതാ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്സ് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കിഴങ്ങൊക്കെ വെള്ളത്തിലിട്ട് ഇതേപോലെ പിഴിഞ്ഞ് നല്ലോണം പിഴിയണം കേട്ടോ. അതിൽ വെള്ളം ഉണ്ടാവില്ലെങ്കിൽ നല്ലോണം പിഴിഞ്ഞിട്ട് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള വേണം. അപ്പോൾ വലിയ സവാള ആണെങ്കിൽ ഒരു സവാളൻ്റെ പകുതി മതി കേട്ടോ. ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 2 സവാള ഉണ്ട്. അതിപ്പോൾ എനിക്ക് ബീഫ് പൊരിച്ചെടുക്കണേക്കൊക്കെ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തതാക്കി ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതേപോലെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നിങ്ങൾ കുറച്ച് സ്നാക്സാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം വേണം, അപ്പോൾ പിന്നെ 2 കോഴിമുട്ട എടുത്തത് അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ഇറങ്ങി വരും. സവാളയിലുള്ളതും അതേപോലെ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അത് ഇറങ്ങി വന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെക്കുക. ആ പാന് കുറച്ച് കട്ടിയുള്ള പാനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഞാനത് ഗ്യാസ്മേൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 6 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഞാൻ അതുപോലെയാണ് കേട്ടോ, ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ പിന്നെ ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഇതേപോലെ ത്രികോണാകൃതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് പിന്നെ മനസ്സിൽ വരുമ്പോൾ വരുന്നതാണല്ലേ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാം. പിന്നെ സവാളയൊക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ കിച്ചണിലും ഉണ്ടാവും. സവാള ആണെങ്കിലും അതേപോലെ കിഴങ്ങാണെങ്കിലും പച്ചമുളകൊക്കെ എപ്പോഴും നമ്മളെ കിച്ചണിലുള്ള സാധനം തന്നെയാണല്ലോ. അപ്പോൾ ഇനി ബ്രെഡ് ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ. അപ്പോൾ നമ്മളെ പാനൊക്കെ ചൂടായിട്ടുണ്ടായിനും ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേന്. അപ്പോൾ ഞാനിതാ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ കണ്ടോ ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മൾ ഈ ഒരു ബാറ്ററിൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്കൊരു 2 സ്പൂണ് മൈദപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണ് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം 2 സ്പൂണ് ചേർത്ത് കൊടുത്തു. അത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതാ 2 സ്പൂണും കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ കയ്യിലില്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ മേലേക്ക് ഇതാ അതുപോലെ ഇതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ അങ്ങോട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലുള്ള ആ ബ്രെഡും അങ്ങോട്ട് ഒട്ടി കിട്ടുക. പിന്നെ അങ്ങനെ എന്താ പറയുക, ഈ ഒരു ഫില്ലിങ് അങ്ങനെ വല്ലാതെ പുറത്ത് ചാടാതെ നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മൈദയൊക്കെ ചേർത്തതുകൊണ്ട് അത് അതിന്മേൽ തന്നെ ഒട്ടി കിട്ടും. അതേപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് മറ്റേ ഭാഗത്തും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് ആക്കി കൊടുക്കാം. ഫില്ലിങ് അല്ല, ഇതൊരു ബാറ്ററാണ്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലുള്ള എളുപ്പമുള്ള റെസിപ്പീസൊക്കെ അല്ലേ നമ്മൾ എന്താ പറയുക, നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എന്നും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ചിന്തയൊക്കെയല്ലേ നമുക്ക് വീട്ടമ്മമാർക്ക്. പിന്നെ എണ്ണ പലഹാരം കഴിക്കണ അത്ര നല്ലതൊന്നുമല്ല. എന്നാലും ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പലഹാരം ഇല്ലെങ്കിൽ ഒരു ഗതികേടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കും ചെയ്യും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ ഇതിലാവുമ്പോൾ അങ്ങനെ ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുത്ത ഓയിലുണ്ടല്ലോ, ആ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. നമ്മളിപ്പോൾ 6 ബ്രെഡാണ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് 12 സ്നാക്സ് അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇത് ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ എന്താ പറയുക, വയറൊക്കെ ഫില്ലാവും. പിന്നെ കുറച്ച് കട്ടി ഉണ്ടല്ലോ, നമ്മൾ മൈദമാവും അതേപോലെ തന്നെ ഈ ഒരു സവാളൻ്റെ മിക്സും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സൊക്കെ അതിന്മേൽ നമ്മൾ ആക്കി കൊടുക്കണുണ്ടല്ലോ. അപ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ടേന്. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് പിന്നെ ഫ്രൈ ചെയ്യാൻ വെച്ച ആ ഒരു ബ്രെഡ് രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റി. പിന്നെ ഇത് നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് ഒന്ന് മുരിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ 2 വശം ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അതൊന്ന് മൊരിച്ചെടുത്ത് എന്നിട്ട് ഇതാ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്നാക്സും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ചില ആൾക്കാർ ഉണ്ടാക്കണത് തന്നെ ആവും. ഞാനും ഇതിൻ്റെ മുന്നേയൊക്കെ ട്രൈ ചെയ്ത ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. പക്ഷേ ഇതേപോലെ ബ്രെഡ് കട്ട് ചെയ്യാതെ ഒരു ബ്രെഡുമ്പോൾ ഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വ്യത്യാസമൊക്കെ വരുത്തുമ്പോൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു കോരി മാറ്റണ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതേന് കേട്ടോ. അപ്പോൾ അത് ഞാൻ മറന്നിട്ടുണ്ടേനി. ഫസ്റ്റ് അതാണ് ചട്ടുകൊക്കെ വെച്ചിട്ട് പിന്നെ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റിയത്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും എടുക്കൂല ഞാൻ, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. ഇതുകൊണ്ടാകുമ്പോഴേ സുഖമാണ്. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ എണ്ണയൊക്കെ ചട്ടിക്ക് തന്നെ ഉറ്റി നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ചട്ടി നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാണ്ട്. അപ്പം ആ ഒരു ചട്ടിയിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള കുറച്ച് ബാലൻസ് ഉണ്ടേനി. അപ്പോൾ അതിലേക്ക് ചേർത്ത് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് ആ ഒരു ബീഫ് ഈ ഒരു ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടിയിലാവുമ്പോഴേ ബീഫൊക്കെ മുരിഞ്ഞ് വരാനേ എളുപ്പമുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ മുരിഞ്ഞ് വരട്ടെ. പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് മാംഗോ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്ക് മാംഗോ ജ്യൂസ് തന്നെ അല്ലേനോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും അതന്നെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് കറിയൊക്കെ ഒന്ന് തൂമിച്ചെടുക്കണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്നാക്സൊക്കെ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പിന്നെ അമ്മക്കും ഉപ്പാക്കുള്ള ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ ഇത് ഐഫക്കുട്ടീൻ്റെ കയ്യിൽ കൊടുത്താൽ മതി, ഓൾ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടി അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഓളെ കയ്യിൽ കൊടുത്തു, ഓൾ അതും കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ഫ്രൂട്ട്സിനുള്ളത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ബത്തക്ക. ഇതില്ലാത്ത നോമ്പ് തുറപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നും ഉണ്ടാവും, അല്ലെങ്കിൽ യെല്ലോ കളർ ഏക്കാരം, അല്ലെങ്കിൽ ഇതേപോലെ റെഡ് കളർ ഏക്കാരം. വേറെ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ എന്നൊന്നും ഉണ്ടാവില്ല. ഇത് എന്തായാലും എന്നും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ മഞ്ചുമോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫൊക്കെ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഈ ചട്ടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ.
പിന്നെ നമ്മളിപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ പെരച്ചക്കൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഈ ചട്ടി തന്നെയാണെങ്കിൽ ആ ഒരു ഇരുമ്പിൻ്റെ ചുവ ഉണ്ടാവും. അപ്പോൾ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചട്ടിയിൽ നിന്ന് അതുകൊണ്ടാണ് കേട്ടോ എളുപ്പം മാറ്റണത്. എനിക്ക് തീരെ പറ്റൂല കേട്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ല് അത് മുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കനിക്കാൻ വരും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് അതിന് മാറ്റണത്. അങ്ങനെ അതൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ കറി ഉണ്ടെങ്കിലും തൂമിച്ചെടുക്കാൻ ഇന്നിപ്പോൾ തേങ്ങ വറുത്തരക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, പച്ചത്തേങ്ങയാണ് കറിക്ക് അരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ബീഫ് വേവിച്ചത് കുറച്ച് അതിന് എടുത്ത് മാറ്റി പിന്നെ അതിക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇന്ന് കറി കാണാൻ വലിയ ചൊറുക്കൊന്നുമില്ല. അങ്ങനെ കറിയൊക്കെ തൂമിച്ചെടുത്തു. പിന്നെ പത്തിരി നമ്മൾ ഐഫക്കുട്ടി ചുട്ട പത്തിരിയാണ് കേട്ടോ. പത്തിരിയൊക്കെ നല്ല ഉഷാറായി കിട്ടിയിരിക്കണ്. അപ്പോൾ അതൊക്കെ കാസറോൾക്കൊക്കെ ആക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ അതൊക്കെ ടേബിൾ മേലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം ഞാൻ പിന്നെ ടേബിൾ മേൽ എടുത്ത് വെച്ചാലും മക്കൾ ഈത്തപ്പഴം കഴിക്കൂല കേട്ടോ. അവർക്ക് തണുത്ത വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. അപ്പോൾ അതൊരു പാട്ടിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആക്കിയിട്ട് അവിടെ വെക്കും. അതുകൊണ്ടാണ് എല്ലാവരും നോമ്പ് തുറക്കൽ. ഈത്തപ്പഴം വെച്ചാലും അവരാരും കഴിക്കൂല. എനിക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാനും വെള്ളം കൊണ്ട് തന്നെയാണ് നോമ്പ് തുറക്കൽ. പക്ഷെ നമുക്ക് സുന്നത്താണ് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണത് അല്ലേ. അപ്പോൾ ജ്യൂസൊക്കെ ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഇതാ ബാങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ നോമ്പൊക്കെ തുറക്കണുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.